പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPIM. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടായേക്കും. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ആരുടെയൊക്കെ പേരുകളാണ് പ്രധാനമായും പരിഗണനയുള്ളത്? ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് സ്ഥാനാർത്ഥിയാകുമെന്നാണല്ലോ വിവരങ്ങൾ. വിനിത, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് വൈകാതെ പ്രഖ്യാപിക്കുമെന്ന കണക്കൂട്ടലാണ് CPIM. ഈ മാസം 10 തന്നെ വിജ്ഞാപനം വന്നേക്കുമെന്ന കണക്കൂട്ടലാണ് CPIM നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നടന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് CPIMന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ഒരുക്കങ്ങൾ നടത്താൻ പാലക്കാട്, തൃശൂർ ജില്ലാ കമ്മിറ്റികൾക്ക് CPIM സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. വയനാട് ലോക്സഭാ സീറ്റ് CPIയുടെ സീറ്റായതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഇപ്പോൾ CPIM നേതൃത്വം ഒരു നിലപാടെടുക്കാത്തത്. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ അടുത്ത വെള്ളിയാഴ്ചത്തെ സെക്രട്ടറി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പാലക്കാട് BJPക്കും UDFനും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അണിനിരത്താനാണ് തീരുമാനം. അത് ജില്ലയിൽ നിന്നുള്ള യുവ നേതാക്കളെ ആരെങ്കിലുമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. M. സ്വരാജ് അടക്കമുള്ള പേര് വീണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സ്ഥിരീകരണം അതിനുണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ സംശയമാണ്. ശരി, ഏതായാലും അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമഘട്ടത്തിലാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് പ്രധാന പരിഗണനയിലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ചേലക്കരയിൽ രമ്യ ഹരിദാസിനാണ് കൂടുതൽ സാധ്യത എന്നും അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനീത, വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഇവിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം സജീവമാക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതും. ഒരു മുംബൈ ആസ്ഥാനമായ ഏജൻസിയുടെ സഹായത്തോടെയാണ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. 5 പേർ വീതമുള്ള സാധ്യതാ പട്ടികയാണ് 2 മണ്ഡലത്തിലും തയ്യാറാക്കിയിരിക്കുന്നത്. പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC ഉപാധ്യക്ഷൻ VT ബൽറാം, ഒപ്പം KPCC ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ മേധാവി P. സരീൻ ഉൾപ്പെടെ നേതാക്കളുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ഒപ്പം മുൻ MLA അച്യുതൻ മകൻ സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളും പരിഗണിക്കപ്പെടുന്നു. ഒപ്പം തൊട്ടടുത്തുള്ള ചേലക്കര മണ്ഡലത്തിൽ മുൻ MP ആയ രമ്യ ഹരിദാസ്, ഒപ്പം പ്രൊഫസർ KA തുളസി, KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ഏതായാലും ഇന്നോ നാളെയോ KPCCക്ക് ഈ സ്വകാര്യ ഏജൻസി സർവേ റിപ്പോർട്ട് കൈമാറും. ആ സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും സ്ഥാനാർത്ഥി തീരുമാനമുണ്ടാവുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കുന്നു. ഏതാണ്ട് 1.5 മാസക്കാലമായി KPCC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇരു മണ്ഡലങ്ങളിലും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ. പാലക്കാട് മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി മുത്തലിബിനാണ് ചുമതല. ചേലക്കര മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ, KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ എന്നിവർക്കാണ് ചുമതല. ഏതായാലും ഈ തവണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ 2 മണ്ഡലങ്ങളിലും ഏതാണ്ട് 4 വീതം അവലോകന യോഗങ്ങളിലാണ് പങ്കെടുത്തത്. വളരെ സജീവമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K. സുധാകരൻ എന്നിവരും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ സജീവമായി തന്നെ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്.